എൻ്റെ അമ്മോ, ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത റിസൾട്ടാണ് കേട്ടോ നമ്മുടെ മുടിയിൽ തരിക. നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് ഉള്ളു കൂട്ടാനും ഇതിലും സിമ്പിളായിട്ടുള്ള, ഇതിലും എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ പാക്ക് ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ. അത്രയും സ്ട്രോങ് ആണ് ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്ക്. ഈ ഒരു 4 ഹെയർ പാക്കാണ് ഞാൻ എൻ്റെ മുടിയിൽ എപ്പോഴും ഇങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. 1 മുടി കൊഴിച്ചിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, 2 മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട്, 3 മുടിയുടെ തിക്നെസ് നല്ലതുപോലെ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്, 4 നമ്മുടെ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന താരൻ, അതേപോലെ തന്നെ മുടിയിൽ സ്പ്ലിറ്റൻസ് വരിക, ഡ്രൈനസ് വരിക, മുടി പൊട്ടിപ്പോവുക, ഇങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട് 4ാമത്തെ ഹെയർ പാക്ക്. ഈ ഹെയർ പാക്കുകളൊക്കെ എൻ്റെ മുടിയുടെ നിലവിലുള്ള പ്രശ്നത്തിനനുസരിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ മുടി ഇപ്പോഴും ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരിക്കണത്. ഹായ്, ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ പറയാണ്, നിങ്ങൾ ആദ്യത്തെ ഡേ 1 ഞാൻ ഇതിന്റെ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ ആദ്യമേ തന്നെ പോയി കാണുക. അതിനുശേഷം മാത്രം ഈ ഒരു പാർട്ട് 2 വീഡിയോ കാണുക കേട്ടോ. അപ്പൊ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? മുടി ഇല്ലാതിരുന്ന സമയത്ത് മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്ത കാര്യങ്ങൾ അതേപടി നിങ്ങൾക്ക് ഞാൻ ഒന്നൊന്നായിട്ട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ ആദ്യത്തെ കാര്യം, മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതും നമ്മൾ ആദ്യം ചെയ്യേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡേ 1 പറഞ്ഞായിരുന്നു. അതൊക്കെ ഹെയർ കെയർ ടിപ്സ് ആണ്. ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോണത് മുടി വളരാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഹെയർ പാക്കുകൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടി പോണത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ പോയി കണ്ടതിന് ശേഷം മാത്രം ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുക. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോ കാണാം. ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോണത് മെയിൻ ആയിട്ട് നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഹെയർ പാക്കുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോണത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് ഈ ഒരു 4 കാര്യങ്ങളാണ് അത്യാവശ്യമായിട്ട് ചെയ്തു കൊടുക്കേണ്ടത്. 1, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മുടി കൊഴിച്ചിലുള്ളതാണ് കേട്ടോ. എല്ലാവർക്കും മുടി കൊഴിയും. ഈവൻ എനിക്ക് വരെ മുടി കൊഴിച്ചിലുണ്ട്. മുടി കൊഴിച്ചിൽ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. പക്ഷെ അത് കൂടുതൽ ഒരു കണക്കുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു അളവുണ്ടല്ലോ. അളവിൽ കൂടുതലാവുമ്പോഴാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നോർമലി ഉള്ളതിനേക്കാളും കൂടുതൽ മുടികൾ കൊഴിഞ്ഞു പോവാറുണ്ട്. അങ്ങനെ കൂടുതൽ മുടികൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ടുള്ള, മുടി കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെയർ കെയറുകൾ എൻ്റെ മുടിയിൽ ചെയ്തു കൊടുക്കും. അങ്ങനെ മുടി കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഹെയർ പാക്കുകൾ ഞാൻ നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒന്നൊന്നായിട്ട് കാണിക്കാം കേട്ടോ. രണ്ടാമത്തത്, മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട്, മുടി കൊഴിച്ചിൽ മാറിക്കഴിഞ്ഞാൽ മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ഹെയർ പാക്കുകൾ നമ്മൾ കൊടുക്കണം. മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടുള്ള ഹെയർ പാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മുടി കൊഴിച്ചിൽ മാത്രമേ മാറുള്ളൂ, മുടി വളരില്ല. മുടി വളരാൻ വേണ്ടിയിട്ട് വേറെ ഹെയർ പാക്കാണ്. അതേപോലെ തന്നെ മുടിയുടെ തിക്നെസ് കൂടാൻ വേണ്ടിയിട്ട്, മൂന്നാമത്തത് മുടിയുടെ തിക്നെസ് കൂടാൻ വേണ്ടിയിട്ടാണ്. മുടി വളരാനുള്ളത് മുടിയുടെ തിക്നെസ്സിന് ഹെൽപ്പ് ചെയ്യും. എന്നാലും മുടിയുടെ തിക്നെസ്സിന് എന്ന് പറഞ്ഞിട്ടൊരു ഹെയർ പാക്കുകൾ ഉണ്ട്. അങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് മുടിയുടെ ഡെൻസിറ്റി നമുക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ തന്നെ 4ാമത്തത്, നമ്മുടെ മുടി തലയിലെ താരൻ വരാതിരിക്കാനും, മുടി നല്ലപോലെ ഡ്രൈ ആവാതിരിക്കാനും, മുടിയിൽ സ്പ്ലിറ്റൻസ് വരാതിരിക്കാനും. മുടിയിൽ സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ മുടി വളരുക? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഹെയർ കെയറുകൾ, ഇങ്ങനെ മെയിൻ ആയിട്ട് ഈ ഒരു 4 ഹെയർ പാക്കുകളാണ് നമ്മൾ മാറ്റി മാറ്റി യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ പ്രശ്നത്തിനനുസരിച്ച്. ഇപ്പൊ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുള്ള ഹെയർ പാക്കുകളോ ഹെയർ കെയറുകളോ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മുടിക്ക് ഇപ്പൊ എന്താണോ ആവശ്യം, മുടി വളരെയല്ലേ എല്ലാവർക്കും ആവശ്യം, അപ്പൊ മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ഹെയർ പാക്കുകൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോണത് വളരാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് എല്ലാവരുടെയും ആവശ്യമാണ്. മുടി വളർത്തിയെടുക്കാനേ പറ്റണില്ല, ഒരു തുള്ളി പോലും മുടിയിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റണില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രശ്നം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോണത് വളരെ 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 എഫക്റ്റീവ് ആയിട്ടുള്ള, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെമഡിയാണ്. ഇത് നിങ്ങളൊരു ആഴ്ചയിൽ 2 വട്ടം വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് 1 മാസമൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ, നിങ്ങളുടെ മുടി അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അത്രയും എഫക്റ്റീവാണ് ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്ക്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആ ഒരു പവർഫുൾ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വേണ്ടേ. പവർഫുൾ എന്ന് വെച്ചാൽ അത് നമ്മുടെ ഉലുവ തന്നെയാണ്. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം, ഉലുവ വിട്ടിട്ടുള്ളൊരു കളിയേ എനിക്കില്ല. കാരണം എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. എൻ്റെ ഹെയർ കെയറിൽ എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ളതും
ഈ ഒരു ഉലുവ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ 4 ടേബിൾ സ്പൂൺ ഉലുവ തലേന്ന് തന്നെ 1.5 ഗ്ലാസ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓവർനൈറ്റ് ഇത് കുതിർക്കണം, അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ എണീച്ച് നമ്മൾ ഈ ഒരു വെള്ളം മാറ്റി വെക്കണം. ഈ ഒരു വെള്ളം നമുക്ക് ലാസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം ഞാൻ ഇതിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഉലുവ മാത്രം നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള കറ്റാർവാഴയാണ് കേട്ടോ. ഇത് ഞാൻ 1 മണിക്കൂറിന് മുമ്പ് തന്നെ പൊട്ടിച്ചെടുത്ത് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ യെല്ലോ കളർ ദ്രാവകം ഫുള്ളായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം സൈഡിലുള്ള മുള്ളുകളൊക്കെ ചെത്തി മാറ്റി ഇതിൻ്റെ ജെല്ല് മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. കറ്റാർവാഴ നിങ്ങൾ എപ്പോഴും പൊട്ടിച്ച പാടെ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈയും അതേപോലെ തന്നെ സ്കാൽപ്പും ഒക്കെ ചൊറിച്ചിലുണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും കറ്റാർവാഴ 1 മണിക്കൂർ നേരമെങ്കിലും പൊട്ടിച്ച് മാറ്റി എടുത്തു വെച്ചതിന് ശേഷം മാത്രം നിങ്ങളിത് ഉപയോഗിക്കുക കേട്ടോ. കറ്റാർവാഴ നിങ്ങളുടെ മുടിയിൽ ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ മുടിയെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുടിയിൽ ആ ഡ്രൈനസ് സ്പ്ലിറ്റൻസ് ഒക്കെ നല്ലതുപോലെ കൺട്രോൾ ചെയ്ത് നമ്മുടെ മുടിയെ നല്ലപോലെ സിൽക്കി ആയിട്ട് ഇങ്ങനെ തിളങ്ങാൻ വെക്കാൻ വേണ്ടിയിട്ട് അലോവേര വളരെ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ മുടിയിലെ ആ ഒരു ഈർപ്പം അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടും നമ്മുടെ മുടി അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടും അലോവേര വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇവിടെ എടുക്കുന്നത് നമ്മുടെ തേയില വെള്ളമാണ് കേട്ടോ. തേയില വെള്ളം ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. 2 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി എടുത്ത് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ. ഈ ഒരു വെള്ളം ഉപയോഗിച്ചാണ് ഇത് നമ്മൾ അരച്ചെടുക്കേണ്ടത്. തേയില വെള്ളം ഉണ്ടല്ലോ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ലാത്ത റിസൾട്ട് നമുക്ക് തരും. അത് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഇനിമേ അടിപൊളി റിസൾട്ടാണ് നമുക്ക് തരിക. എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനലിൽ ഇതുവരെ ആരും തന്നെ ഈ ഒരു വീഡിയോ ഈ ഒരു രീതിയിൽ കാണിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇത് അത്രമാത്രം സ്ട്രോങ് ആണ്. എൻ്റെ പേഴ്സണൽ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഹെയർ പാക്കാണ് ഇത്. നിങ്ങൾ യൂട്യൂബിൽ തിരഞ്ഞു നോക്കിക്കോളൂ, ഇങ്ങനെയൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. ഇങ്ങനെയൊരു ഹെയർ പാക്ക് മിക്സിങ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം അത്രമാത്രം ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ്, ഒരു എഫക്റ്റീവായിട്ടുള്ള ഹെയർ പാക്കാണ്. അപ്പോൾ നമ്മളിത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഞാനിന്നൊരു തോർത്ത് വെച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഹെയർ പാക്ക് നല്ല തിക്കായിരിക്കും. വീണ്ടും നമ്മുടെ തേയില വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോഴുണ്ടല്ലോ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർ പാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതേ ഒരു സോഫ്റ്റ്നെസ്സാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴും കിട്ടുക. ആഴ്ചയിൽ 2 വട്ടം വെച്ച് നിങ്ങൾ 1 മാസം ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു റിസൾട്ട് തരുന്ന ഇതിലും ഒരു എഫക്റ്റീവായിട്ടുള്ള വേറെ ഹെയർ പാക്ക് ഇല്ല കേട്ടോ. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ ഉലുവയുടെ വെള്ളം ഉണ്ടല്ലോ, ഇത് ഒരു അടിപൊളി ബൂസ്റ്ററാണ് കേട്ടോ. ഒരു ടോണറാണ്. നമ്മുടെ മുടിയെ ഇങ്ങനെ അടിപൊളിയായിട്ട് സ്പീഡായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഉലുവയുടെ വെള്ളം ടോണറായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇത് ഗേൾസും ബോയ്സും എല്ലാവരും ഉപയോഗിക്കാം. നിങ്ങളുടെ സ്കാൽപ്പിൽ പുതിയ മുടികൾ കിളിർത്ത് വളരാൻ വേണ്ടിയിട്ട് കുനുകുനാന്നുള്ള ബേബി ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉലുവയുടെ വെള്ളം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇത് ഉപയോഗിക്കേണ്ട രീതിയും വളരെ സിമ്പിളാണ് കേട്ടോ. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് വിട്ട് നിങ്ങൾക്ക് മുടി കെട്ടി വെച്ചും ഉറങ്ങാം. അതല്ലെങ്കിൽ രാവിലെ എണീച്ച് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. മുടി കഴുകേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നിങ്ങൾ മുടി കഴുകിയതിന് ശേഷം വേണമെങ്കിലും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഒന്നും തന്നെ ഇല്ല. ഇത് റിസ്കിയേ അല്ല. അതേപോലെ തന്നെ ഉലുവയ്ക്ക് വലിയ മണമുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടേ ഇല്ല ഉലുവയ്ക്ക് അങ്ങനെ ബാഡ് സ്മെല്ലുണ്ട് എന്നുള്ള കാര്യം. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് സ്പ്രേ ചെയ്ത് കാണിച്ചതാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ എൻ്റെ സ്കാൽപ്പ് വകച്ചിലെടുത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. മസാജ് ചെയ്ത് വിടുമ്പോൾ തന്നെ ഇത് നമ്മുടെ സ്കാൽപ്പുമായിട്ട് നല്ലപോലെ ഇണങ്ങിച്ചേരും. അതിനുശേഷം നമ്മളൊരു ചീപ്പി യൂസ് ചെയ്ത് നോർമലി നമ്മൾ എങ്ങനെയാണോ മുടി കെട്ടണത് ആ ഒരു രീതിയിൽ മുടി കെട്ടി വെച്ചാലുണ്ടല്ലോ ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങളുടെ മുടിയിൽ ആ ഒരു ഷൈനിങ്, ആ ഒരു തിളക്കം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉലുവയുടെ വെള്ളം അത്രയും സ്ട്രോങ് ആണ്, അത്രയും എഫക്റ്റീവാണ്. എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ. അത്രമാത്രം ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു ടോണർ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ. 7 ഡേയ്സിൽ തന്നെ നിങ്ങൾക്ക് കുനുകുനാന്നുള്ള മുടികൾ കിളിർത്ത് വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഒരു തവണ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒരു 1 വീക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കാനുള്ള ക്വാണ്ടിറ്റി ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച ഈ ഒരു എഫക്റ്റീവ്
എഫക്റ്റീവായിട്ടുള്ള ഈ ഒരു 2 ഹെയർ കെയർ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യൂ. നിങ്ങളുടെ മുടിയുടെ ലെവൽ വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ, നമ്മുടെ നെയ്തൂസ് വേൾഡ് മലയാളം എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ. എന്നാലാണ് ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിക്കൂ. തീർച്ചയായിട്ടും അതിനുള്ള റീപ്ലൈ ഞാൻ തന്നിരിക്കും. അപ്പോൾ ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.